നമസ്കാരം. സിറിയയിലെ കുപ്രസിദ്ധമായ സെയ്ദ് നിയ ജയിലിൽ അരങ്ങേറിയത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന പീഡനങ്ങളാണ്. ഓരോ ജയിലറയ്ക്കും പറയാനുള്ളത് ക്രൂരതയുടെ കഥകളാണ്. ദമാസ്കസിന്റെ വടക്കു ഭാഗത്താണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. കേട്ടാൽ ചെവി പൊട്ടുന്ന രീതിയിലുള്ള പീഡനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ബാഷർ ഭരണകൂടം തകർന്നു വീണപ്പോൾ ജനം ഇരച്ചെത്തിയത് ഈ ജയിലിലേക്കാണ്. ബാഷർ ഭരണകൂടത്തിന്റെ ക്രൂരതയുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും പ്രതീകമായിരുന്നു സെയ്ദ് നിയ ജയിൽ. രാഷ്ട്രീയ എതിരാളികൾ, ആക്ടിവിസ്റ്റുകൾ, ബാഷർ കുടുംബത്തെ ചോദ്യം ചെയ്തിരുന്നവർ, മാറ്റത്തിനായി വാദിച്ചിരുന്നവർ തുടങ്ങി നിരവധി പേരെയാണ് ഈ ജയിലിൽ അടച്ചിരുന്നത്. വെറുതെ അടയ്ക്കുകയായിരുന്നില്ല, നിരന്തരം ഇവരെല്ലാം പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരുന്നു. ചാട്ടവാറടി, ഉറക്കം കെടുത്തൽ, പതിവായി ഷോക്ക് അടിപ്പിക്കൽ, ഇതെല്ലാം സ്ഥിരമായി നടന്നിരുന്നു ഇവിടെ. സിറിയൻ പ്രസിഡന്റ് ബാഷറിന്റെ മനുഷ്യ അറവുശാല എന്നാണ് ഈ ജയിൽ അറിയപ്പെട്ടിരുന്നത്. വർഷങ്ങളായി നരകിച്ച് നിരവധി പേരാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് തടവുകാരാണ് ഭൂഗർഭ ജയിലുകളിൽ കഴിഞ്ഞത്. സ്ത്രീകൾ ക്രൂരമായ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാകേണ്ടി വന്നു. സ്ത്രീകളെ പീഡിപ്പിക്കാൻ മറ്റു തടവുകാരെ നിർബന്ധിച്ചിരുന്നു. അതിന് തയ്യാറാകാത്തവരെ മർദ്ദിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കണ്ണുകെട്ടിയാണ് പല സ്ത്രീകളും പീഡിപ്പിക്കപ്പെട്ടത്. അനേകം സ്ത്രീകൾ മരണത്തെക്കാൾ വലിയ വേദന അനുഭവിച്ചെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇവരിൽ പലരും അനേകം ലൈംഗിക വൈകൃതങ്ങൾക്ക് വിധേയരാക്കപ്പെട്ടു. മരണം ഇതിലും എത്രയോ ഭേദമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയത്. ഭൂഗർഭ ജയിലായ സെയ്ദ് നിയയിൽ നിരവധി സെല്ലുകളുണ്ട്. പൂർണ്ണമായും ഇരുട്ടുമൂടിയ ഈ സെല്ലുകളിലാണ് ആളുകളെ തടവിലാക്കിയിരുന്നത്. ഇലക്ട്രോണിക് വാതിലുകളും പൂട്ടുകളും ഇവയ്ക്കുണ്ടായിരുന്നു. ആധുനിക സജ്ജീകരണങ്ങളെല്ലാം ഈ ജയിലിലുണ്ടായിരുന്നു. അങ്ങേയറ്റം അപകടകരമായിരുന്നു ഈ ജയിൽ. മരണ ക്യാമ്പും കോൺസെൻട്രേഷൻ ക്യാമ്പും എല്ലാം ഇവിടെ സജീവമായിരുന്നു. ഭൂഗർഭ ജയിലിൽ കഴിയുന്ന ആളുകളെ CCTV ദൃശ്യങ്ങളിലൂടെ മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. സിറിയയിൽ വിമതർ ഭരണം പിടിച്ചെടുത്ത ശേഷം ബാഷറിന്റെ ക്രൂരമുഖമാണ് ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ടത്. ബേസ്മെന്റുകളും രഹസ്യവാതിലുകളും തുരങ്കങ്ങളും തുടങ്ങി ആരെയൊക്കെ എവിടെയൊക്കെ പാർപ്പിച്ചിരിക്കുന്നുവെന്ന് കണ്ടെത്താനാകാത്ത വിധത്തിലായിരുന്നു ഇതിന്റെ നിർമ്മാണം. അതായത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് സെയ്ദ് നിയ ജയിൽ കെട്ടിപ്പടുത്തത്. 1987 മുതലാണ് ഇത് പ്രവർത്തിച്ചു വന്നത്. 2011 മുതൽ 2016 വരെ മാത്രം 13,000 പേർ ഈ ജയിലിൽ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ പറയുന്നത്. ജയിലിനുള്ളിൽ തീരെ ചെറിയ കുട്ടികൾ വരെ ഉണ്ടായിരുന്നു. വൃത്തിഹീനമായ സെല്ലുകളിൽ നരകതുല്യമായ ജീവിതമാണ് പലരും നയിച്ചിരുന്നത്. ഇനി ഇവിടുത്തെ വധശിക്ഷയെക്കുറിച്ചാണ്. തടവുകാരെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് തലസ്ഥാനത്തുള്ള വിചാരണ കോടതിയിൽ എത്തിക്കും. എന്നിട്ട് വെറും 3 മിനിറ്റ് മാത്രം നീളുന്ന വിചാരണ. അതിനുള്ളിൽ തന്നെ ശിക്ഷ വിധിച്ചിട്ടുണ്ടാകും. സൽക്കാരം എന്ന അർത്ഥം വരുന്ന ദി പാർട്ടി എന്നാണ് ശിക്ഷാ നടത്തിപ്പിനെ വിശേഷിപ്പിച്ചിരുന്നത്. പലരും വധശിക്ഷയ്ക്ക് വിധേയരാകുന്നതിന് മുമ്പ് 3 മണിക്കൂറെങ്കിലും തുടർച്ചയായി ക്രൂര പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടു. പാതിരാത്രിയോടെ കണ്ണുകൾ കെട്ടി ട്രക്കുകളിലോ മിനി ബസ്സുകളിലോ വെള്ള നിറത്തിലുള്ള കെട്ടിടത്തിലെത്തിക്കും. ആ കെട്ടിടത്തിന്റെ ബേസ്മെന്റിലെ ഒരു മുറിയിൽ വെച്ച് തൂക്കിലേറ്റും. ഇങ്ങനെയായിരുന്നു വധശിക്ഷ നടപ്പാക്കിയിരുന്നത്. എന്നിട്ട് മൃതദേഹങ്ങൾ ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് ഞെരിച്ച് നശിപ്പിക്കാറുണ്ടെന്നും പറയപ്പെടുന്നു. മൃതദേഹങ്ങളോട് പോലും നീതി കാണിക്കാത്തൊരു ഭരണകൂടമായിരുന്നു ബാഷറിൻ്റേത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.